ഫ്ലാഷ് ബാക്ക്. ഞാൻ എങ്ങനെ നല്ലൊരു ഭർത്താവാകാം, ഞാൻ എങ്ങനെ നല്ലൊരു ഭാര്യയാകാം, ഞാൻ എങ്ങനെ നല്ലൊരു മരുമകനാകാം, അല്ലാതെ എന്റെ ഭാര്യ എങ്ങനെ നല്ലൊരു ഭാര്യയാക്കാം, എന്റെ ഭർത്താവിനെ എങ്ങനെ നല്ലൊരു ഭർത്താവാക്കാം എന്നുള്ളതല്ല ഇവിടെ. ജീവിതത്തിലെ വലിയൊരു തത്വം അപ്പച്ചനിപ്പോ പറഞ്ഞു. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. പല സ്ത്രീകളും ചേച്ചിമാരും അനുചിത്യമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? അതിനെന്താണ് പരിഹാരം? ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എനിക്ക് വേറൊരു ഓപ്ഷനില്ല, പോംവഴിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. ഈ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറയരുത് പ്ലീസ്. തല്ലുന്ന ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം? തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നതെന്നാണ് ഞാൻ ആദ്യം പറയാം. നിയമം അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിന്റെ വഴിയെ പോയാൽ ഡൈവോഴ്സ് നടക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും അത് താല്പര്യമില്ല. പക്ഷെ നല്ല കട്ടിയാണല്ലേ നമ്മളെ കേൾക്കുന്നവർക്കും ഈ കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങളോളം ഇങ്ങനെ കൗൺസിലിങ്ങും ധ്യാനമൊക്കെ ആയി നടന്നിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത്? ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ തല്ലിയെന്ന്? കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? എന്തിനാണ്? കാര്യം വെറുതെ ഇപ്പൊ വഴി പോകുന്ന ഒരുത്തനെ പിടിച്ചിട്ട് തല്ലുവോ? എന്തിനാ തല്ലില്ല. ഒരാളെ തല്ലണമെങ്കിൽ അയാൾ നമ്മളെ വെറുപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ല നമ്മൾ കയറി തല്ലുള്ളൂ. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? മോട്ടിവേഷണൽ സ്പീക്കർ മാരിയോ ജോസഫിനെതിരെ ഭാര്യയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. മർദ്ദിക്കുകയും വിലപിടിപ്പുള്ള ഫോൺ തല്ലിപ്പൊട്ടിച്ചുവെന്നുമാണ് ജിജി മാരിയോയുടെ പരാതി. പറഞ്ഞിട്ടില്ല. പരാതി കുടുംബജീവിതം പ്രമേയമാക്കി നിരവധി മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്നവരാണ് ഇരുവരും. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല. അതിൽ പറയുന്നത് തലയ്ക്ക് TV സെറ്റ് ടോപ്പ് ബോക്സ് വെച്ച് അടിച്ചു, 70,000 രൂപയുടെ വിലയുള്ള ഫോണ് തല്ലി പൊട്ടിച്ചു എന്നതടക്കമുള്ള. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എന്താണെങ്കിലും ഇരുവരും ഈ ഏറെ നാളായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരുന്നു. അതായത് ജീവിതവുമായി ബന്ധപ്പെട്ട മോട്ടിവേഷണൽ സ്പീച്ച്, അതുപോലെ തന്നെ ധ്യാനങ്ങൾ തുടങ്ങിയവ നടത്തുമായിരുന്നു ഇവരുടെ ജോലി. എന്താണെങ്കിലും ജെസി മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഞാൻ പോയിട്ട് നാളെ വരാം.